മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതീയ പൈതൃകത്തെക്കുറിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അഭിമാനകരമായ അഭിമാനജനകമായ വിധത്തിൽ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ടായിരുന്നു. ധാരാളം വ്യക്തികൾ അത് കാണുകയും വളരെ നല്ല രീതിയിൽ വിലയിരുത്തുകയും ചെയ്തു. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉൾപ്പെടെ ഒരു മതത്തിനോ ഒരു ചിന്താധാരയ്ക്കോ എതിരായിട്ടുള്ള വിവരണമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുത്തുകൊണ്ടിരുന്നത്. പൂർണ്ണമായിട്ടും ഹൈന്ദവ ജനതയുടെ അല്ലെങ്കിൽ ഭാരതത്തിലെ 125 കോടി ജനങ്ങളുടെ തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ അറിവില്ലായ്മയും മാറ്റാൻ വേണ്ടിയിട്ടുള്ള വിവരണങ്ങളാണ് നൽകിക്കൊണ്ടിരുന്നത്. അതിനെല്ലാത്തിനും ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ആ പ്രത്യേക ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു വിഭാഗം മുസ്ലിങ്ങള് സക്കീർ നായിക്കിനെ പോലെയുള്ളവർ പറയുന്നതെല്ലാം പരമസത്യമാണ് എന്ന അബദ്ധജടിലമായ വിശ്വാസത്തിൽ നിൽക്കുന്നു. ഒരു വിഭാഗം ക്രിസ്ത്യാനികള്, യഹോവ സാക്ഷികളും പെന്തക്കോസ്തുകളും ഉൾപ്പെടെയുള്ള ക്രിസ്ത്യാനികള് ഹിന്ദുക്കളെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും നിരന്തരം മതപരിവർത്തനം നടത്തുന്നു. ഒരു വലിയ വിഭാഗം ഹിന്ദുക്കള്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവര്, ഈ നാടിന്റെ പൈതൃകത്തെ പണ്ടും ഇപ്പോഴും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാത്ത ഹിന്ദുക്കൾ എന്ന കമ്മ്യൂണിസ്റ്റുകാര്, അവര് ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കുകയും ആചാര്യന്മാരെ നിരാകരിക്കുകയും നിഷേധിക്കുകയും പുച്ഛിക്കുകയും അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും എല്ലാം ചെയ്യുമ്പോൾ ഹൈന്ദവ ജനതയുടെ മനസ്സിൽ ഒരു ആത്മാഭിമാനം ഉണ്ടാക്കല് ഒരു ലക്ഷ്യവുമാണ്, മാർഗവുമാണ്. അതിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ വിവരണങ്ങൾ നൽകുന്നത്. ആരെങ്കിലും ഏതെങ്കിലും ഹൈന്ദവ വിഷയങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഹൈന്ദവ ജനത അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തിൽ വിശ്വാസമുള്ള ജനത അതിനെക്കുറിച്ച് മറുപടി പറയാൻ തയ്യാറാകണം. വെല്ലുവിളിക്കുകയാണെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുത്ത് അതിനുത്തരം കൊടുക്കാൻ തയ്യാറാകണം. പക്ഷെ വാദിക്കാനും ജയിക്കാനും വേണ്ടിയിട്ടോ ആരെങ്കിലും ചവിട്ടി പുറത്താക്കാൻ വേണ്ടിയിട്ടോ അല്ല, മറിച്ച് അറിയാനും അറിയിക്കാനും വേണ്ടിയും എല്ലാവരെയും അടിച്ച് അകത്താക്കാനും വേണ്ടിയാണ് ഈ വിവരണങ്ങളെല്ലാം. ഇന്ന് ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്ന വിവരണം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതീയ സങ്കല്പത്തിലെ അവതാരങ്ങളും മഹർഷിമാരും അതുപോലെ ക്രിസ്ത്യാനിറ്റിയിലുള്ള വിശുദ്ധന്മാരും പുണ്യവാളന്മാരെയും കുറിച്ചാണ്. ഭാരതത്തില് ഏതെങ്കിലും ഒരു വ്യക്തി അവതാരമായി മാറണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി മഹർഷിയായി മാറണമെങ്കിൽ അവര് ബുദ്ധിപരമായിട്ടും അറിവിന്റെയും ലെവലില് അവര് സ്വയം ഉയരണം. സാധാരണയായിട്ടുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ അവിടെ നിന്ന് സന്യാസിയുടെ ലെവലിലേക്ക് ഉയരണം, അവിടെ നിന്ന് ഋഷിയുടെ ലെവലിലേക്ക് ഉയരണം, അവിടെ നിന്ന് മഹർഷിയുടെ ലെവലിലേക്ക് ഉയരണം, അവിടെ നിന്ന് ഹംസ ഋഷിയുടെ ലെവലിലേക്ക് ഉയരണം, അവിടെ നിന്ന് പരമഹംസ ഋഷിയുടെ ലെവലിലേക്ക് ഉയരണം, അവിടെ നിന്ന് ഏറ്റവും ഉയരമായ പരമഹംസ പരിവ്രാജക ലെവലിലേക്ക് സ്വയം ഉയരണം. മറ്റൊരർത്ഥത്തില് ഓരോ വ്യക്തിയിലും 1/3 ഭാഗം സത്വഗുണമുണ്ട്, സാത്വികമായ ഗുണങ്ങളുണ്ട്, അത് ഈശ്വരീയമായ ഗുണങ്ങളാണ്. 1/3 ഭാഗം മാനുഷികമായ ദൗർബല്യങ്ങളുണ്ട്, അതിനെ രാജസിക ഗുണം എന്ന് പറയും. 1/3 ഭാഗം ആസുരികമായ ഗുണം അഥവാ ആസുരികമായ ദോഷമുണ്ട്, അതും 1/3 ഭാഗം. 33 കോടി ദേവന്മാര്, 33 കോടി മാനവന്മാര്, 33 കോടി ദാനവന്മാര് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. 33% ഡിവൈൻ ക്വാളിറ്റി, 33% ഹ്യൂമൻ ലിമിറ്റേഷൻസ് ആൻഡ് ഡ്രോബാക്സ്, 33% ഡിമോണിക് ക്വാളിറ്റി. ഒരു മനുഷ്യന് ഉള്ളതിൽ നിന്ന് ഈ താമസികമായ ദോഷങ്ങൾ കുറച്ച് രാജസികമായ പരിമിതികൾ ഇല്ലാതെയാക്കിയാൽ ഓട്ടോമാറ്റിക്കലി ആ വ്യക്തി സാത്വികമായിട്ട് ഉയരുകയും അവതാരമായി മാറുകയും അല്ലെങ്കിൽ മഹർഷിയുടെ ലെവലിലേക്ക് ഉയരുകയും ചെയ്യുന്നു. ഒരു വ്യക്തി അവനവന്റെ പൊസിഷൻ കൊണ്ട് ഒരിക്കലും മഹർഷിയോ അവതാരമോ ആയി മാറില്ല. ഉദാഹരണമായിട്ട്
ശ്രീരാമന്റെ അമ്മ കൗസല്യ, അവര് സെയിന്റ് കൗസല്യയല്ല, അവര് കൗസല്യ മഹർഷിയല്ല. ശ്രീരാമന്റെ അച്ഛൻ ദശരഥൻ ഒരു മഹർഷിയായിട്ടില്ല, അവതാരമായിട്ടില്ല. ദശരഥന് നമ്മൾ അമ്പലം ഉണ്ടാക്കാറില്ല, കൗസല്യക്ക് അമ്പലം ഉണ്ടാക്കാറില്ല. മറിച്ച് ശ്രീരാമൻ അമ്പലം ഉണ്ടാക്കി. ക്രിസ്ത്യാനിറ്റിയുടെ കാര്യം നോക്കാം. യേശു ക്രിസ്തു ദൈവപുത്രനാണ്, ദൈവമാണ് കന്യാമറിയത്തിൽ ഗർഭം ഉണ്ടാക്കിയത്. ശുദ്ധബദ്ധാണ്, എന്നാൽ കന്യാമറിയത്തിൽ ഗർഭം ഉണ്ടാക്കി. ആ കന്യാമറിയം യേശു ക്രിസ്തുവിന്റെ അമ്മയായതുകൊണ്ട് വേണമെങ്കിൽ സെയിന്റ് മേരി എന്ന് പറയുന്നതിൽ വലിയ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു ദൈവപുത്രന് ജന്മം നൽകാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ അവരെ ദൈവം തെരഞ്ഞെടുത്തു എന്ന പേരിൽ വേണമെങ്കിൽ അവരെ സെയിന്റ് ആക്കാം. പക്ഷെ യേശുക്രിസ്തുവിന്റെ അച്ഛനല്ലാത്ത ജോസഫിനെ എന്തിന് സെയിന്റ് ആക്കി? അയാളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ അച്ഛനല്ല, അമ്മയുടെ ഭർത്താവ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ വെറുതെ അങ്ങ് സെയിന്റ് ആക്കി, കാരണം ഈ ഭാര്യയുടെ ഭർത്താവായതുകൊണ്ട് മാത്രം. അതേപോലെ വസിഷ്ഠ മഹർഷി ആലോചിച്ച് നോക്കാം. വസിഷ്ഠ ധർമ്മശാസ്ത്രം എഴുതി, യോഗവാസിഷ്ഠം എഴുതി, ലോകത്തിന് മുഴുവനും മാർഗനിർദ്ദേശം നൽകി. അദ്ദേഹം ദശരഥന്റെ രാജഗുരുവായിരുന്നു, ശ്രീരാമന്റെ രാജഗുരുവായിരുന്നു. ലോകത്തെ നേർവഴിക്ക് നയിക്കാൻ എല്ലാ നന്മകളും ചെയ്ത് ആരോടും ബന്ധനമില്ലാതെ എന്നാൽ എല്ലാവരോടും ബന്ധം വെച്ചുകൊണ്ട് ജീവിച്ചത് കൊണ്ട് വസിഷ്ഠൻ എന്ന സാധാരണ മനുഷ്യൻ വസിഷ്ഠ മഹർഷിയായി മാറി. ആരെങ്കിലും ഒരാള് വസിഷ്ഠന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തതല്ല, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാള് വസിഷ്ഠന് അങ്ങ് വിശുദ്ധ വസിഷ്ഠനാക്കി ഉയർത്തിയതല്ല, സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടോ പൊസിഷൻ കൊടുത്തിട്ടോ ഉയർത്തിയതല്ല. അതുപോലെയാണ് കലിയുഗം വരുന്നതിന് മുമ്പ്, അതിന്റെ ആരംഭത്തിന്റെ അപ്പുറത്ത് ദ്വാപരയുഗത്തില് വേദവ്യാസൻ ഉണ്ടായിരുന്നു. ആ വേദവ്യാസൻ 18 പുരാണങ്ങൾ എഴുതി, 18 ഉപപുരാണങ്ങൾ എഴുതി. മാത്രമല്ല വേദത്തെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ധാരാളം ഗ്രന്ഥങ്ങൾ, പൂർവമീമാംസ ഉത്തരമീമാംസക്കെല്ലാം ഭാഷ്യം പോലും എഴുതിയ വേദവ്യാസൻ ഒരു മുക്കുവ സ്ത്രീയുടെ മകനായിട്ട് ജനിച്ചതാണ്. ആ മുക്കുവ സ്ത്രീ മത്സ്യഗന്ധിയെ വിശുദ്ധ സെയിന്റ് മത്സ്യഗന്ധിയായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തില്ല. എന്താ കാരണം? മകന് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ആ കപ്പാസിറ്റി അമ്മയ്ക്ക് ഡിഫ്യൂസ് ചെയ്യുമൊന്നുമില്ല. APJ അബ്ദുൽ കലാം ഇന്ത്യൻ പ്രസിഡന്റ് ആയതുകൊണ്ട് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ അമ്മയും ഇന്ത്യൻ പ്രസിഡന്റ് ആവില്ല, അച്ഛനും ഇന്ത്യൻ പ്രസിഡന്റ് ആവില്ല. അവരവർ തന്നെ ആയിരിക്കും. ഇവിടെ വ്യാസന്റെ അമ്മ വിശുദ്ധയായില്ല, മത്സ്യഗന്ധിക്ക് നമ്മൾ അമ്പലം ഉണ്ടാക്കാറില്ല. വേദവ്യാസന് പോലും അമ്പലം ഉണ്ടാക്കിയിട്ടില്ല മഹർഷിയുടെ ലെവലിലേക്ക് ഉയരാൻ. കാരണം ആരെങ്കിലും ഒരാൾ അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് വ്യാസമഹർഷിയാക്കിയതല്ല. ശ്രീകൃഷ്ണനെ അവതാരമാക്കിയത് ശ്രീകൃഷ്ണൻ തന്നെയാണ്. സ്വന്തം കർമ്മത്തിലൂടെയും ധർമ്മത്തിലൂടെയും മാനവരാശിക്ക് മാർഗദർശകം നൽകി ജീവിച്ച മനുഷ്യൻ അവതാര തുല്യമായിട്ട് ജീവിച്ചു. ശ്രീകൃഷ്ണനേക്കാൾ ഉയരത്തിലുള്ള മഹർഷിമാരുണ്ടായിരുന്നു. ഉത്തംഗ മഹർഷി ശ്രീകൃഷ്ണനെ ശപിച്ചു, നിന്റെ കുലവും ഈ പാണ്ഡവ കൗരവര് തമ്മിലുള്ള യുദ്ധമില്ലാതെയാക്കാൻ നീ ശ്രമിക്കാത്തത് കൊണ്ട് കൗരവ വംശം നശിച്ചതുപോലെ നിന്റെ കുലവും നശിക്കട്ടെ എന്ന് രാജസ്ഥാനിലെ മരുഭൂമിയിൽ ജീവിച്ചിരുന്ന ഉത്തംഗ മഹർഷി ശപിച്ചു കൃഷ്ണനെ. അപ്പോ അവതാരത്തെക്കാൾ ഉയരത്തിലേക്ക് പോകാൻ കപ്പാസിറ്റിയുള്ള ഓർഡിനറി മനുഷ്യന്മാര് പരമഹംസ പരിവ്രാജകർ ലെവലിലെത്തിയവരിവിടെ ഉണ്ടായിരുന്നു. അവർ തന്നെത്താനെയാണ് എത്തിയത്. അതുപോലെ ശ്രീരാമന്റെ ബ്രദേഴ്സ് അവരും സ്വയം ശ്രീരാമനിൽ നിന്ന് കുറേ കാര്യങ്ങൾ സ്വീകരിച്ച് ഏതാണ്ട് അവതാരത്തിന്റെ ലെവലിൽ എത്തിയത് കൊണ്ടാണ് ലക്ഷ്മണന് ക്ഷേത്രമുണ്ട്, ഭരതന് ക്ഷേത്രമുണ്ട്, ശത്രുഘ്നന് വലുതായിട്ട് ക്ഷേത്രമില്ല, ഒരെണ്ണൊറ്റക്കാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് അവസരം തരുന്നത് ശങ്കരാചാര്യരാണെങ്കിലും രമണ മഹർഷിയാണെങ്കിലും രാമകൃഷ്ണ പരമഹംസരാണെങ്കിലും ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും വിവേകാനന്ദനാണെങ്കിലും ആരെങ്കിലും ഒരാള് യൂണിവേഴ്സിറ്റിയിലൂടെയോ അല്ലെങ്കിൽ കുറെ ആൾക്കാര് ശങ്കരാചാര്യരോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ഹിന്ദു നേതാക്കളോ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് രമണ മഹർഷിയെ ഒരു ഭഗവാൻ രമണ മഹർഷിയാക്കിയതല്ല. രാമകൃഷ്ണ പരമഹംസരെ
ആ ലെവലിലേക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തത് അദ്ദേഹത്തിനേക്കാൾ താഴെയുള്ളവരല്ല, സ്വയം ആ ലെവലിലേക്ക് ഉയരുകയാണ് ചെയ്തത്. അപ്പോൾ ഭാരതത്തില് ഒരാൾ മഹർഷിയാവണമെങ്കിലും അല്ലെങ്കിൽ ഒരാൾ പരമഹംസനാകണമെങ്കിലും അവതാരമാകണമെങ്കിലും മറ്റൊരാൾ ഡിക്ലയർ ചെയ്ത് പ്രഖ്യാപിക്കുന്നതിലൂടെ അല്ല സംഭവിക്കുന്നത്. ഇനി ക്രിസ്ത്യാനിറ്റി നോക്കാം. യഥാർത്ഥത്തില് ബൈബിള് പ്രകാരം ഓ യു സിന്നേഴ്സ്, ദ സൺസ് ഓഫ് വൈപ്പേഴ്സ്, ചിൽഡ്രൻ ഓഫ് വൈപ്പേഴ്സ് എന്നൊക്കെയാ വിളിക്കുക. മനുഷ്യനെ പാപികളായിട്ടാണ് എല്ലാ പള്ളിയുടെയും ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലയോ പാപികളെ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അച്ഛന്മാരും പാപികളാണ്, കർദിനാൾമാരും പാപികളാണ്, ബിഷപ്പുമാരും പാപികളാണ്, പോപ്പും പാപികളാണ്. എന്തുകൊണ്ട് പാപികളാണ്? അവര് മനുഷ്യരാണ്. മനുഷ്യരായതുകൊണ്ട് ഇവരെല്ലാം പാപികളാണ്. അവര് എന്തുകൊണ്ട് പാപികളായി? ആദവും അവ്വയും 6000 വർഷങ്ങൾക്ക് മുമ്പ് ജ്ഞാനക്കനി തിന്നു, ഒരു സർപ്പത്തിന്റെ ഉപദേശപ്രകാരം. അവര് ജ്ഞാനക്കനി തിന്നതുകൊണ്ട് അവര് വിവേകമുള്ളവരായി തീർന്നു. ദൈവം ഒരിക്കലും മനുഷ്യൻ വിവേകമുള്ളവനായി തീരുന്നതിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് ദൈവം ശപിച്ചത്. ഹിന്ദു ധർമ്മത്തില് വിവേകം നല്ലവണ്ണം ഉണ്ടെങ്കിലേ അവതാരമാവുള്ളൂ. മാത്രമല്ല, നല്ല വിവേകവും ബുദ്ധിയും ചിന്തയും ശാസ്ത്രബോധവും ഉണ്ടെങ്കിലേ മഹർഷിയുമാവാൻ സാധിക്കുള്ളൂ. പക്ഷെ മനുഷ്യനെ പാപിയായി ദൈവം ശപിക്കാൻ കാരണം അവൻ ജ്ഞാനക്കനി, അറിവിന്റെ ആപ്പിള് കഴിച്ചത് കൊണ്ട് മാത്രമാണ്. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. മനുഷ്യൻ തുണി ഉടുത്ത് നടക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലായിരുന്നു. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സർപ്പത്തിനെ ദൈവം ശപിച്ചു മനുഷ്യന് വിവേകം ഉണ്ടാക്കിയതിന്. എന്ത് വലിയൊരു വിരോധാഭാസമാണ്. ആ ദൈവത്തിന്റെ ഉപദേശത്തെ നിരാകരിച്ചതിന് മനുഷ്യരെല്ലാം പാപികളായി. അതായത് വേറൊരുവൻ ഹരിയാനയില് ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലുള്ള ഗോപാലകൃഷ്ണനും കൊലപാതകിയായി മാറും. ആ കൊലപാതകത്തിന്റെ പാപം കേരളത്തിലുള്ള എനിക്കും ഉണ്ടെന്ന് പറയുന്ന മാതിരിയാ. ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പാപമൊക്കെ എനിക്കാവും. അപ്പോ എല്ലാ മനുഷ്യരും, ലോകത്തിലുള്ള 730 കോടി ജനങ്ങളും ബൈബിള് പ്രകാരം പാപികളാണ്. അതിൽ ബിഷപ്പും പെടും, കർദിനാളും പെടും, പോപ്പും പെടും. പക്ഷെ അത്ഭുതകരമായ വസ്തുത എന്ന് പറയുന്നത്, പോപ്പ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയായിട്ട് NDA തെരഞ്ഞെടുത്തതുപോലെ, അല്ലെങ്കിൽ UPA-ക്കാര് മന്ദബുദ്ധിയായ ഒരു പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാത്തതുപോലെ ഈ കുറെ കൂടുതൽ ആൾക്കാർ ചേർന്ന് തെരഞ്ഞെടുത്ത ഒരാളാണ് പോപ്പ്. അതൊരു ഹ്യൂമൻ പ്രോസസ്സാണ്, ദൈവം സൃഷ്ടിച്ചതൊന്നുമല്ല പോപ്പിനെ. അപ്പൊ ആ പോപ്പ് 5 വർഷം ചിലപ്പോൾ കസേരയിൽ ഇരിക്കും, ചിലപ്പോൾ മരണം വരെ ഇരിക്കും, ചിലപ്പോൾ കുറെ കൂടുതൽ കാലം ഇരിക്കും. ആ പോപ്പ് ഒരു മനുഷ്യനാണ്, ഒരു ഓർഡിനറി മനുഷ്യനാണ്. അതുകൊണ്ട് പോപ്പ് ഓട്ടോമാറ്റിക്കലി പാപിയാണ്. പിന്നെ ആരെങ്കിലും ഒരാള് ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 10 കൊല്ലം മുമ്പ് മരിച്ചു, 50 കൊല്ലം മുമ്പ് മരിച്ചു, അല്ലെങ്കിൽ 100 കൊല്ലം മുമ്പ് മരിച്ചു. ആ മനുഷ്യൻ മരിച്ചത് പാപത്തിന്റെ ശമ്പളമാണ് മരണം എന്നാ പറയാ. അപ്പൊ ഇയാൾ മരിച്ച സ്ഥിതിക്ക് അയാൾ പാപിയാണ്. ഇനി മരിച്ചില്ലെങ്കിലും പാപിയാണ്, കാരണം മനുഷ്യ നീ പാപിയാകുന്നു. അപ്പൊ ഈ പാപിയായ മനുഷ്യൻ 10 കൊല്ലം മുമ്പോ 50 കൊല്ലം മുമ്പോ 100 കൊല്ലം മുമ്പോ മരിച്ച പാപിയായ മനുഷ്യനെ ഇപ്പോഴും പാപിയായിട്ടുള്ള പോപ്പ് എങ്ങനെയാ പുണ്യവാളനാക്കണത്? മാത്തമാറ്റിക്സിൽ -*- ആണ്. പക്ഷെ ജീവിതത്തിൽ അങ്ങനെയാണോ? ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോ 10 രൂപ നഷ്ടം വന്നു, വേറൊരു കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോഴത്തേക്കും 20 രൂപ നഷ്ടം വന്നു. അപ്പൊ +10 + 20 = 30 രൂപ ലാഭം കിട്ടി എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അതുപോലെ ഒരു പാപി മറ്റൊരു പാപിയെ ഡിക്ലെയർ ചെയ്യാണ് ഇയാൾ പുണ്യവാളനാണെന്ന് പറഞ്ഞിട്ട്. എന്തൊരു അബദ്ധാണ് അല്ലേ? എന്നാൽ ഈ ഡിക്ലെയർ ചെയ്യുന്ന ഈ പുണ്യവാളൻ എന്താ ചെയ്തിരിക്കുന്നേ? വശിഷ്ഠ മഹർഷിയെ പോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? വ്യാസനെ പോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ശങ്കരാചാര്യരെ പോലെ ജ്ഞാനപീഠത്തിലേക്ക് കയറുന്ന ലെവലില് അറിവ് നേടിയിട്ടുണ്ടോ? രാമകൃഷ്ണ പരമഹംസരെ പോലെ ആയിട്ടുണ്ടോ? ഒന്നുമല്ല. പാവപ്പെട്ട ഈ കാട്ടിലും വനങ്ങളിലും മറ്റ് സ്ഥലത്തും താമസിക്കുന്ന കുറേ വ്യക്തികൾ, തദ്ദേശീയരെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചും മതപരിവർത്തനം നടത്തി എന്നുള്ള ഒറ്റ കാരണത്തിലാണ് ഇവരൊക്കെ വിശുദ്ധന്മാരായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കാം. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിട്ടുണ്ടായിരുന്ന പീറ്റർ തന്നെ യേശുക്രിസ്തുവിനെ എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞു.
യേശുക്രിസ്തുവിനെ അറിഞ്ഞുകൊണ്ടെന്ന് 3 പ്രാവശ്യം പറഞ്ഞു. യേശുക്രിസ്തുവിനെ അറിയാമായിരുന്നു ഇയാളത് പറയുന്ന, നീ 3 പ്രാവശ്യം എന്നെ തള്ളി പറയും എന്ന് പീറ്ററിനോട് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കോഴി കൂവുകയും ചെയ്തു. അത് മാത്രമല്ല, ജൂദാസ് ഇസ്കറിയാസ് തന്റെ ഗുരുവിനെ തന്നെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തു. പിന്നെ കരഞ്ഞു അത്രേ. പിന്നെ കരഞ്ഞുകൊണ്ട് എന്താ കാര്യം? ഇപ്പോഴത്തെ ഇവിടുത്തെ മന്ത്രിമാരൊക്കെ ആദ്യം അബദ്ധം ചെയ്തിട്ട് പിന്നെയല്ലേ കരയ്യ. മനുഷ്യക്കടത്ത് നടത്തിയ എല്ലാവരും ഞങ്ങൾ മനുഷ്യ കുടുക്ക എന്ന് പറഞ്ഞിട്ടില്ല, മനുഷ്യ കടുക്ക എന്ന് പറഞ്ഞിട്ടില്ല, മനുഷ്യ കടത്ത എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ കുറെ മന്ത്രിമാർ ഇപ്പൊ നടക്കണില്ലേ? അവരൊക്കെ ആദ്യം അബദ്ധം ചെയ്തു, പിന്നെ കരയ്യാണ്. അപ്പോ പിന്നെ കരഞ്ഞു. സെന്റ് തോമസ് എന്ന് പറയുന്ന ആള് ഒരിക്കലും യേശുക്രിസ്തു പുനരുജ്ജീവിച്ചു എന്നോ മരണത്തിൽ നിന്ന് പുറത്തേക്ക് വന്നോ എന്ന് വിശ്വസിച്ചിട്ടില്ല. ആണിയടിച്ച കയ്യിലെ തുളയില് വിരലിറ്റ് നോക്കിയതിന് ശേഷം പോലും സെന്റ് തോമസ് വിശ്വസിച്ചിട്ടില്ല അത്. അപ്പൊ എന്താണ്? അവനവന്റെ ശിഷ്യന്മാരിൽ പോലും വിശ്വാസം ഉണ്ടാക്കാൻ സാധിക്കാത്ത യേശുക്രിസ്തുവിനെ ദൈവപുത്രനായിട്ട് എടുത്തു എന്ന് മാത്രമല്ല, ഗുരു എന്റെ പാനപാത്രം നീ സ്വീകരിക്കണമേ കർത്താവേ എന്നും പറഞ്ഞ് കുറെ പ്രാവശ്യം പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഈ ശിഷ്യന്മാരൊക്കെ നല്ല ഉറക്കായിരുന്നു. യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, അറ്റ്ലീസ്റ്റ് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തെങ്കിലും എന്റെ കൂടെ നിങ്ങൾക്ക് വന്നൂടെ, എനിക്ക് വേണ്ടി കാത്തിരുന്നൂടെ എന്ന് 2-3 പ്രാവശ്യം പറഞ്ഞു. അപ്പോഴൊക്കെ ഈ ശിഷ്യന്മാർ സുഖമായിട്ട് ഉറങ്ങായിരുന്നു. എന്തൊരു തരത്തിലുള്ള ശിഷ്യന്മാരായി നിങ്ങളൊക്കെ! ഗുരുവാണെങ്കിൽ മരണവേദനയിൽ കരയുന്നു, തന്നെ ലോക ജനതയും ജൂത പുരോഹിതന്മാരെ കൊല്ലാൻ പോകുമെന്ന് പറഞ്ഞിട്ട് വേവലാതിപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പോലും ഈ പാനപാത്രം മാറ്റിയില്ലെന്ന് മാത്രമല്ല, ദൈവം പോലും യേശുക്രിസ്തുവിനെ കുരിശിൽ നിന്ന് രക്ഷിച്ചില്ലെന്ന് മാത്രമല്ല, ദൈവപുത്രനാണെന്ന് തെളിവുണ്ടാക്കാനുള്ള യാതൊന്നും യേശുക്രിസ്തുവിൽ ദൈവം കാണിച്ചില്ല. യേശുക്രിസ്തു കുരിശിൽ മരിച്ചു എന്ന് ഏതാണ്ട് ജനങ്ങൾക്ക് തോന്നിയപ്പോ പിന്നെ ഭൂമി കുലുക്കം ഉണ്ടായി, പിന്നെ കൊടുങ്കാറ്റുണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായി, അതുണ്ടായി, ഇതുണ്ടായി. അതിന് മുമ്പുണ്ടാക്കായിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിനെ കൊല്ലുന്നതെങ്കിലും ഒഴിവാക്കാമായിരുന്നു, അല്ലെങ്കിൽ കുരിശിലേറ്റുന്നതെങ്കിലും ഒഴിവാക്കാമായിരുന്നു. അതൊന്നും ഈ ദൈവത്തിന് പറ്റിയില്ല. അതായത് വാരിയെല്ലുകൊണ്ട് ഒരു പെണ്ണിനെ ഉണ്ടാക്കിയ ദൈവമാണ്. അതിന് 7 ദിവസം കൊണ്ട് ലോകത്തെയും ആദത്തിനെയും അവ്യയത്തെയും ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള ദൈവത്തിന് തന്റെ പുത്രനെ പോലും രക്ഷിക്കാൻ സാധിച്ചില്ല. എന്നാലും ഇപ്പൊ യേശുക്രിസ്തുവിനെ സെയിന്റ് ആക്കിയിട്ട് ഡിക്ലെയർ ചെയ്തു, ശിഷ്യന്മാരെ സെയിന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ഇനി ഒന്ന് ആലോചിച്ച് നോക്കാം, വാലന്റൈൻ എന്ന് പറഞ്ഞ ആളെ എന്താ ചെയ്തത്? എല്ലാ പെണ്ണുങ്ങളെയും പട്ടാളക്കാർക്ക് ഒറ്റി കൊടുക്കാം, എല്ലാവരെയും കല്യാണം കഴിപ്പിക്കാം, എല്ലാവരെയും കൊണ്ട് ലവ് ലെറ്റർ എഴുതിപ്പിക്കാം, എല്ലാവരെയും കൊണ്ട് പ്രേമലേഖനം എഴുതിപ്പിച്ചിട്ട് സെക്ഷുവൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യാം. ഇതാണ് വാലന്റൈൻ ചെയ്തത്. അങ്ങനെ എഴുതി രാജാവിന്റെ മകൾക്കും അയാൾ കത്തെഴുതി. അത് രാജാവ് തിരിച്ചറിഞ്ഞു, അയാളെ കൊന്നു. ഫെബ്രുവരി മാസം 14 16 കൊന്നു. അന്നാണ് വാലന്റൈൻസ് ഡേ ഉണ്ടായത്. അയാളെ സെയിന്റ് വാലന്റൈൻ ആയിട്ട് ഡിക്ലെയർ ചെയ്തു. അതായത് പ്രേമലേഖ എഴുതിയതിന് ഒരാളെ സെയിന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ഇനി സെന്റ് ജോർജ് എങ്ങനെയാ ഉണ്ടായത്? ഇവർ ഓരോ വിശുദ്ധന്റെയും ഈ വിശുദ്ധൻ അഥവാ സെയിന്റ് എന്ന കൺസെപ്റ്റ് ബൈബിളിൽ തന്നെ ഇല്ല. മനുഷ്യനെ ആരാധിക്കരുത്, മനുഷ്യനെ പൂജിക്കരുത്, മനുഷ്യന്റെ വിഗ്രഹം ഉണ്ടാക്കരുത്, മനുഷ്യന്റെ ശില്പവും ശില്പിയും മ്ലേച്ഛനാണെന്നാണ് ബൈബിള് പറയുന്നത്. അപ്പൊ ആ ബൈബിളിൽ ഒരിക്കലും ഇതുമാതിരി മനുഷ്യനെ സെയിന്റാക്കാൻ പറഞ്ഞിട്ടില്ല. ബൈബിളിന് പോലും എതിരായിട്ട് ഈ വിശുദ്ധന്മാരൊക്കെ സൃഷ്ടിച്ചത്, സെന്റ് ജോർജിനെ എങ്ങനെയാ സൃഷ്ടിച്ചത്? AD 3-ാം നൂറ്റാണ്ടിലോ മറ്റോ ആണ്. കൃത്യമായിട്ട് ആർക്കും അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് മറ്റോ ആണെന്ന് ഞാൻ പറഞ്ഞത്. ഒരു രാജാവിന്റെ മകളെ ഒരു വലിയ സർപ്പത്തിൽ നിന്ന്, പെരുമ്പാമ്പിൽ നിന്ന് പട്ടാളക്കാരനായ ജോർജ് രക്ഷിച്ചു. അപ്പൊ രാജാവിന് സന്തോഷമായി. രാജാവ് പോപ്പിന് എഴുതി ഇയാളെ വിശുദ്ധനാക്കണം. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോ ആ സെന്റ് ജോർജ് പിന്നീട് കുറെ ജൂതന്മാരെ മതപരിവർത്തനം നടത്തി എന്ന് വേറൊരു പുസ്തകത്തിലുണ്ട്. അപ്പൊ ശരിക്ക് അവനവൻ അറിവുണ്ടായിട്ടോ അല്ലെങ്കിൽ വസിഷ്ഠ മഹർഷിയെയോ വ്യാസനെ പോലെയോ സ്വയം ഉയർന്നിട്ടോ ഒന്നും അല്ല ഇവർ വിശുദ്ധന്മാരാവുന്നത്. ആരുടെങ്കിലൊക്കെ റെക്കമെൻഡേഷൻ കൊണ്ടാണ് വിശുദ്ധന്മാരാവുന്നത്. ഇനി എനിക്ക് വിശുദ്ധനാവണമെന്ന് വിചാരിക്കാം, ഞാൻ ഇവിടുത്തെ കർദിനാളിനെയോ ആരെങ്കിലുമൊക്കെ കണ്ട് അൽഫോൺസാമ്മ മരിച്ചതിന് ശേഷമാണ് വിശുദ്ധാക്കിയത്, ചാവറ അച്ഛനെയും വിശുദ്ധയാക്കി, അത് കേരളീയരെയും മലയാളികളെയും കൺവെർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ അവരിൽ വിശുദ്ധത്വം ഒന്നുമില്ലെന്ന് മാത്രമല്ല, അൽഫോൺസാമ്മയെ ഒരു ഭ്രാന്തി എന്ന രീതിയിൽ വീട്ടിനകത്ത് പൂട്ടിയിട്ടിരുന്നതാ പള്ളിക്കാരൻ. ഇപ്പോ അൽഫോൺസാമ്മയെ വിശുദ്ധയാക്കിയാൽ അതുകൊണ്ട് കുറെ പേരെ കൂടി കൺവെർട്ട് ചെയ്യാൻ സാധിക്കുമെന്ന്
ഒരു ഇന്ത്യൻ വിശുദ്ധന്മാരുടെ ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാകും. ഇന്ത്യൻ വിശുദ്ധന്മാരില്ല. ഫ്രാൻസിസ് സേവിയറും ഇന്ത്യൻ വിശുദ്ധനല്ല. അയാളാണെങ്കിൽ പോർച്ചുഗീസിൽ നിന്ന് വന്ന ആളാണ്. അപ്പൊ ഇന്ത്യൻ വിശുദ്ധന്മാർ കുറച്ചു പേരുണ്ടെങ്കിൽ ഇന്ത്യക്കാരെ വളരെ എളുപ്പത്തിൽ മതം മാറ്റാം. ഇനി ചൈനീസ് വിശുദ്ധന്മാർ വരാൻ പോവുകയാണ്. അപ്പൊ ചൈനയിൽ മതം മാറ്റാം. ശ്രീലങ്കൻ വിശുദ്ധന്മാർ വന്നു കഴിഞ്ഞാൽ അവിടെയും മതം മാറ്റാൻ എളുപ്പം. പാകിസ്ഥാനിൽ വിശുദ്ധന്മാരെ ഉണ്ടാക്കിയാൽ വിവരം അറിയും ഇവിടുത്തെ അച്ഛന്മാര്. അപ്പോ യഥാർത്ഥത്തില് ഓരോരുത്തരും എനിക്ക് വിശുദ്ധനാവണമെങ്കിൽ ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് ആരുടെയെങ്കിലും വയറുവേദനയോ ക്യാൻസറോ ഒറ്റ ഇല്ലാണ്ട് ആക്കിയാൽ എനിക്ക് വിശുദ്ധനാവാൻ പറ്റും. അപ്പൊ റീജിയണൽ ക്യാൻസർ സെന്ററിലെ ഡോക്ടർമാർ ഒത്തിരി പേരുടെ ക്യാൻസർ മാറ്റിയാലൊന്നും അവർക്ക് വിശുദ്ധനാവാൻ പറ്റില്ല. ഇവിടുത്തെ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ ആരുടെയെങ്കിലും വയറുവേദന മാറ്റിയാലും ആരുടെയെങ്കിലും തലവേദന മാറ്റിയാലും അവർ ക്രിസ്ത്യാനിയാണെങ്കിൽ പോലും വിശുദ്ധനാക്കാൻ പറ്റില്ല. ഇനി മരിച്ചതിന് ശേഷം വേണ്ട റെക്കമെൻഡേഷനൊക്കെ ഇവിടുത്തെ അച്ഛന്മാർ ചെയ്താൽ വേണമെങ്കിൽ വിശുദ്ധനാക്കാൻ പറ്റും. ഇനി വയറുവേദന ഇല്ലാത്തവന്റെ വയറുവേദന മാറി എന്ന് തെളിയിച്ചാലും മതി. വയറുവേദന ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. വയറുവേദന മാറി എന്ന് ഡിക്ലെയർ ചെയ്താലും ആരെയെങ്കിലും കൊണ്ട് ഡിക്ലെയർ ചെയ്യിച്ചാലും മതി. അതൊരു ഹിന്ദുവിന്റെ വയറുവേദന ഒരു ക്രിസ്ത്യൻ മാറ്റിക്കൊടുത്താൽ ഡെഫിനറ്റ്ലി സെയിന്റ് ആവാൻ സാധിക്കും. അങ്ങനെയാ കുറെ അധികം പേര് സെയിന്റ് ആയിരിക്കുന്നത്. അല്ലാണ്ട് അവരുടെ കപ്പാസിറ്റി കൊണ്ടല്ല സെയിന്റ് ആയിരിക്കുന്നത്. ഈ ഒരു പാപി മറ്റൊരു പാപിയെ വിശുദ്ധനാക്കുന്ന പരിപാടിയാണ് ഇവിടെ ഉള്ളത്. ഇനി ആലോചിച്ച് നോക്കാം, ഫ്രാൻസിസ് സേവിയർ അദ്ദേഹം എന്താ ചെയ്തിരുന്നത്? അദ്ദേഹം ഇവിടെ വന്നിറങ്ങി ഇങ്ങനെ വിസിലടിക്കുമായിരുന്നു അത്ര. ഇവിടെ ഇന്ത്യയിൽ അന്ന് വിസിലുണ്ടായിരുന്നില്ല. ഈ വിസിലിന്റെ ശബ്ദം കേട്ട് കുറേ കുട്ടികൾ വരും. ആ കുട്ടികളെ മുമ്പിലിരുത്തിയിട്ട് അവർക്ക് ബൈബിള് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഹിന്ദു ധർമ്മത്തിനെതിരെ, വിഗ്രഹാരാധനയ്ക്കെതിരെ, അമ്പലത്തിനെതിരെ, വേദത്തിനെതിരെ, ഇവിടത്തെ പുരാണങ്ങൾക്കെതിരെ ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവരോട് പറയും, നിങ്ങൾ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ അമ്മയോടും അച്ഛനോടും യുദ്ധം ചെയ്യണം, എതിർക്കണം അവരെ. എന്തിന്? ഈ അമ്പലത്തിൽ പോകുന്നതിന് എതിർക്കണം, ഹിന്ദുക്കളുടെ വിശ്വാസം വെച്ച് പുലർത്തുന്നതിന് എതിർക്കണം, ഹിന്ദുക്കളെ നിരാകരിക്കണം. ഹിന്ദു ധർമ്മം പാപികളാണ്, ഇരുട്ടിലാണ് ഹിന്ദുക്കൾ ജീവിക്കുന്നത്. യേശു ക്രിസ്തുവിലേക്ക് വന്നാൽ മാത്രമേ മോക്ഷം കിട്ടുള്ളൂ, പുണ്യം കിട്ടുള്ളൂ എന്ന് പറയണം. ഈ കുട്ടികളിലൂടെയാണ് ലാറ്റിൻ കത്തോലിക്കർ എന്നൊരു വിഭാഗം, പോർച്ചുഗീസിൽ നിന്ന് വന്ന ആയിരക്കണക്കിന് ഹിന്ദുക്കളെ മതം മാറ്റാൻ വിസമ്മതിച്ചതിന് അറുകൊല നടത്തിയ ഫ്രാൻസിസ് സേവിയർ അയാളെ വിശുദ്ധനാക്കി ഡിക്ലെയർ ചെയ്തു. മാത്രമല്ല, ഓരോ ഹിന്ദുവിന്റെ വീട്ടിലും തുളസിത്തറയില് ഈ തുളസി പറിച്ചു കളഞ്ഞ് അവിടെ കുരിശി വെച്ചതാ. ഇപ്പോഴും നിങ്ങൾ ഗോവയിൽ പോയാൽ കാണാൻ സാധിക്കും, എല്ലാ ക്രിസ്ത്യാനികളുടെ വീട്ടിലും തുളസിത്തറയില് കുരിശ വെച്ചിരിക്കുന്നത്. ഈ ഫ്രാൻസിസ് സേവിയർ ചെയ്തതാ. ഫ്രാൻസിസ് സേവിയറുടെ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ശ്രീലങ്കയിലുള്ള ക്രിസ്ത്യാനികൾ അവരുടെ പേരിന്റെ കൂട്ടത്തിൽ ജെയിംസ്, ജോൺ, സെബാസ്റ്റ്യൻ, വർഗീസ്, ജോർജ് എന്ന് ചേർത്തത്. യഥാർത്ഥത്തില് അവര് ഇപ്പോഴും ഹിന്ദുക്കളാണ്. ഈ ക്രിസ്ത്യൻ പേര് ചേർത്താല് ഈ സെയിന്റ് ഫ്രാൻസിസ് സേവിയർ എന്ന കൊലയാളിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് മാത്രമാണ് അവർ ക്രിസ്ത്യൻ പേര് ചേർത്തത്. ഇനി ഇയാള് ഫ്രാൻസിസ് സേവിയർ എന്താ ചെയ്തത്? ഈ വിഗ്രഹാരാധകരെ കൊണ്ട് തന്നെ അവരുടെ അമ്പലം തച്ചുടപ്പിച്ചു. അതിനെക്കുറിച്ച് ഈ ഫ്രാൻസിസ് സേവിയർ പോപ്പിന് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. ആ കത്ത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരിതാണ്. ധാരാളം വ്യക്തികൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ എന്നോട് ചോദിച്ചു, ഫ്രാൻസിസ് സേവിയർ ശരിക്കും അത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഫ്രാൻസിസ് സേവിയറിന്റെ തന്നെ കൈയെഴുത്തിലുള്ള കത്ത് ഞാൻ വായിക്കാം. ഇത് എക്സ്പ്രഷൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി വിത്ത് ഫോക്കസ് ഓൺ ഇന്ത്യ, എങ്ങനെയാണ് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ മതപരിവർത്തനം നടത്തിയത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പുസ്തകം. അതിൽ പറയുന്നു, വെൻ ഐ ഹാവ് ഫിനിഷ്ഡ് ബാപ്റ്റൈസിംഗ് ദ പീപ്പിൾ, ഫ്രാൻസിസ് സേവിയർ പോപ്പിന് എഴുതിയതാണ്. വെൻ ഐ ഹാവ് ഫിനിഷ്ഡ് ബാപ്റ്റൈസിംഗ് ദ പീപ്പിൾ, ഐ ഓർഡർ ദം ടു ഡിസ്ട്രോയ് ദ ടെമ്പിൾസ് ഇൻ ദേ കീപ് ദെയർ ഐഡൽസ്. ആ കൺവെർട്ട് ചെയ്തവരെ കൊണ്ട് തന്നെ അവരുടെ അമ്പലത്തെ ഞാൻ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. And I have them break the statues of their idol into tiny pieces. അവരുടെ അമ്പലത്തെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി
നശിപ്പിച്ചു കഴിഞ്ഞാൽ എന്റെ ലക്ഷ്യം നേടി. സിൻസ് ദേ ആർ നൗ ക്രിസ്ത്യൻസ് ആൻഡ് നോട്ട് ഹിന്ദുസ്. അവരിപ്പോ ക്രിസ്ത്യാനികളാണ്, അതുകൊണ്ട് അവർക്ക് അമ്പലം നശിപ്പിക്കാന്നുള്ളതിൽ യാതൊരു വിഷമവും ഇല്ല. അവരിപ്പോ ഹിന്ദുക്കളല്ല. ഐ കുഡ് നെവർ കം ടു ആൻ എൻഡ് ഡിസ്ക്രൈബിംഗ് ടു യു. എനിക്ക് ഇതുകൂടി നിങ്ങളെ അറിയിക്കാതിരിക്കാൻ സാധിക്കില്ല എന്ന് പോപ്പിനോട് ഫ്രാൻസിസ് സേവിയർ പറയാണ്. ദ ഗ്രേറ്റ് കൺസോളേഷൻ വിച്ച് ഫിൽസ് മൈ സോൾ when I see idols being destroyed by the hands of those who had been idolaters. ആ വിഗ്രഹാരാധകരെ കൊണ്ട് തന്നെ ആ വിഗ്രഹത്തെ തച്ചുടയ്ക്കുമ്പോൾ എന്റെ മനസ്സിൽ നിറയുന്ന ആത്മസംതൃപ്തിക്ക് ഒരു പരിധി പോലുമില്ല. അത്രയും ആത്മസംതൃപ്തിയാണ് ഓരോ അമ്പലവും നശിക്കുമ്പോൾ എന്റെ മനസ്സിലുണ്ടായതെന്ന് എഴുതിയ ആ ഫ്രാൻസിസ് സേവിയർ ക്രൂരമായിട്ട് ജൂതന്മാരെയും മറ്റും ജർമ്മനിയിലും ഫ്രാൻസിലും യൂറോപ്പിലും മറ്റും കൊന്നതുപോലെ ഇന്ത്യയിലും മുസ്ലിങ്ങളെയും ജൂതന്മാരെയും മതപരിവർത്തനത്തിന് വിസമ്മതിച്ച ക്രിസ്ത്യാനികളെയും കൊല്ലാൻ വേണ്ടി ഹോളി ഇൻക്വിസിഷൻ, അറുകൊല ആത്മീയമായ കൊല, അറുകൊല നടത്താനായിട്ട് ഈ ഇവിടത്തെ പോർച്ചുഗീസിലെ രാജാവിന് വേണ്ടി ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. ലെറ്റർ ടു ജോൺ III, കിങ് ഓഫ് പോർച്ചുഗൽ, മെയ് 16, 1545 ഗോവയിൽ നിന്ന് എഴുതിയ കത്തിതാണ്. The second necessity for the Christians is that your majesty establish the Holy Inquisition in India, because there are many who live according to Jewish law. ജൂതന്മാരുടെ നിയമപ്രകാരം ജീവിക്കുന്ന കുറെ ജൂതന്മാര് ഇന്ത്യയിലുണ്ട്. ഗോവയിലുണ്ട്, കർണാടകത്തിലുണ്ടായിരുന്നു, കേരളത്തിൽ മുഴുവനുണ്ടായിരുന്നു. അവരെ ഹോളി ഇൻക്വിസിഷൻ, അറുകൊല നടത്താനായിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഇൻക്വിസിഷൻ ടീമിനെ അയക്കണം. ആൻഡ് പീപ്പിൾ ആർ ലിവിംഗ് അക്കോർഡിംഗ് ടു ദി മുഹമ്മദൻ സെക്ട്. മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇൻക്വിസിഷൻ ടീമിനെ അയക്കണം. വിത്തൗട്ട് എനി ഫിയർ ഓഫ് ഗോഡ് ഓർ ഷെയിം ഓഫ് ദ വേൾഡ്. ദൈവത്തിൽ ഭയമില്ലാതെ ഇവിടെ ജൂതന്മാരും മുസ്ലിങ്ങളെ ജീവിക്കുന്നവരെ കൊല്ലാനായിട്ട് ഇൻക്വിസിഷൻ ടീമിനെ അയക്കണം. ആൻഡ് സിൻസ് ദർ ആർ മെനി ഹു ആർ സ്പ്രെഡ് all over the fortresses, there is the need of holy inquisition and of many preachers. കുറേ മിഷണറിമാരെ കൂടി അയക്കണം. ഹോളി ഇൻക്വിസിഷനെ അയക്കണം, അറുകൊല നടത്താനുള്ള മനുഷ്യരെ ഇങ്ങോട്ട് അയക്കണം, പിന്നെ മിഷണറിമാരെ അയക്കണം. And your majesty should provide such necessary things for your loyal and faithful subject of India. നിങ്ങളുടെ ഫോളോവേഴ്സിന്, ഇന്ത്യൻ പ്രജകളെ സംരക്ഷിക്കാൻ വേണ്ടി മിഷണറിമാരെയും അയക്കണം. ആ ഫ്രാൻസിസ് സേവിയറുടെ ഡെഡ് ബോഡി ഇന്നും ഗോവയില് പോലീസ് സംരക്ഷണത്തിലാണ് വെച്ചിരിക്കുന്നത്. എന്തിനാ പോലീസിന്റെ സംരക്ഷണം? ഒരു വിശുദ്ധന്റെ ഡെഡ് ബോഡിക്ക് എലിഫന്റ ഗുഹാക്ഷേത്രം നശിപ്പിച്ചത് മുതൽക്ക് അറുകൊല നടത്തിയ ഒരു മനുഷ്യനെ വിശുദ്ധനാക്കി ഡിക്ലെയർ ചെയ്തു എങ്കിലും അയാൾ നടത്തിയ ആ കൊലപാതകം ജനങ്ങൾ മറക്കില്ല, എന്നെങ്കിലും പ്രതികരിച്ചാലോ എന്ന് ഭയപ്പെട്ടിട്ടാണ് അവിടെ ഒരു പോലീസ് ടീമിനെ നിർത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അയാളുടെ ഡെഡ് ബോഡി പാലാരിവട്ടത്തുള്ള ഒരു പള്ളിയിലേക്ക് കൊണ്ടുവരികയുണ്ടായി കഴിഞ്ഞ വർഷം. ക്രിസ്ത്യാനികൾ പ്രതീക്ഷിച്ചത് ഫ്രാൻസിസ് സേവിയറുടെ വലിയ പള്ളിയിലേക്ക് അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി കൊണ്ടുവരികയാണെങ്കിൽ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന പ്രതീക്ഷിച്ചത് അത്രയും. പക്ഷെ അത്രയൊന്നും ആൾക്കാർ വന്നില്ല. എന്താ അതിന്റെ അർത്ഥം? പള്ളിക്കാർ തന്നെയാണ് എന്നോട് പറഞ്ഞത്, അത്രയൊന്നും ആൾക്കാർ വന്നില്ല പ്രതീക്ഷിച്ച അത്രയും. എന്താ കാരണം അറിയോ? ഇയാളൊരു വലിയ കൊലയാളിയാണെന്ന് കുറെ ക്രിസ്ത്യാനികൾക്കെങ്കിലും അറിയാം. കുറച്ച് തുറന്ന മനസ്സുള്ള ക്രിസ്ത്യാനികൾക്കറിയാം ഇത്രയും വലിയൊരു കൊലയാളിയെ ഒരു വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത് ഏറ്റവും വലിയൊരു കുറ്റകരമായ കാര്യമാണെന്ന് അറിയാവുന്നത് കൊണ്ടായിരിക്കാം ക്രിസ്ത്യാനികൾ അത്രയും ആ പള്ളിയിലേക്ക് വരാത്തത്. ഇത്രയും ഞാൻ പറഞ്ഞത് ഈ ഫ്രാൻസിസ് സേവിയർ എന്ന് പറയുന്ന ആള് ഇത് ചെയ്തത് മാത്രമല്ല, അയാളുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഉദയം പേരൂർ സിനഹദോസില് ആർച്ച് ബിഷപ്പ് ഓഫ് ഗോവ അലക്സിസ് ഡി മെൻസസ് എന്ന് പറയുന്ന ആളെ കൊണ്ട് ക്രിസ്ത്യാനികൾക്ക് നിയമം ഉണ്ടാക്കി. എന്തായിരുന്നു നിയമം? ഹിന്ദു പേരുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായിട്ട് നിർത്തണം. ക്രിസ്ത്യൻസ് were ordered to give up their early practice of using Hindu names. മാത്രമല്ല ഓരോ അച്ഛനും ഹിന്ദുക്കളുടെ വേഷം ധരിക്കുന്നതിനെ നിരാകരിച്ച് അവരുടെ ലോഹയും അതുപോലെയുള്ളത് ധരിക്കണമെന്ന് നിർബന്ധിച്ചു. പിന്നെ വിവാഹത്തിന് താലി കെട്ടുന്നത് പൂർണ്ണമായിട്ട് നിരോധിച്ചുകൊണ്ട് പള്ളിക്കാര് ഡിക്ലെയർ ചെയ്തു. മാത്രമല്ല ക്രിസ്ത്യാനികള് പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് കുളിച്ചിരുന്നു, അത് വേണ്ടാന്ന് ഡിക്ലെയർ ചെയ്തു. നോൺ വെജിറ്റേറിയനും ബീഫും ക്രിസ്ത്യാനികൾ കഴിച്ചിരുന്നു, അത് പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് അവർ ഒഴിവാക്കിയിരുന്നു.
അങ്ങനെ ഒഴിവാക്കേണ്ട കാര്യമില്ല, ബീഫ് കഴിക്കാം, കുളിക്കേണ്ട ആവശ്യമില്ല എന്ന് ഡിക്ലെയർ ചെയ്തു. മാത്രമല്ല ഓണം, വിഷു, പിന്നെ അമ്പലങ്ങളിലെ ഉത്സവങ്ങളിലെല്ലാം ഈ ക്രിസ്ത്യാനികൾ പങ്കെടുത്തിരുന്നു. അത് ഒരു കാരണവശാലും പങ്കെടുക്കരുത് എന്ന നിയമം വന്നു. ടേക്കിംഗ് പാർട്ട് ഇൻ ദ ഹിന്ദു ഫെസ്റ്റിവൽസ് സച്ച് ആസ് ഓണം, വിഷു ആൻഡ് ഫെസ്റ്റിവൽസ് ഓഫ് ദ ടെമ്പിൾ എക്സെട്ര വർ ഡിക്ലെയർഡ് ആസ് അൺക്രിസ്ത്യൻ. പിന്നെ ജ്യോതിഷന്മാരെയും വാസ്തുവിദ്യക്കാരെയും സമീപിക്കുന്നത് പൂർണ്ണമായിട്ടും നിരോധിച്ചു. പിന്നെ വീട്ടിൽ വെച്ച്, ആണിന്റെയോ പെണ്ണിന്റെയോ വീട്ടിൽ വെച്ച് കല്യാണം നടത്തുന്നത് തടഞ്ഞുകൊണ്ട് പള്ളിയിൽ മാത്രമേ കല്യാണം നടത്താവൂ എന്ന് ഡിക്ലെയർ ചെയ്തു. ഇങ്ങനെയെല്ലാം ഭാരതീയ സംസ്കാരത്തിനെതിരെ പ്രവർത്തിച്ച ഒരു വ്യക്തിയെയാണ് വിശുദ്ധനായിട്ട് ഡിക്ലെയർ ചെയ്തത്. അത്ഭുതം തോന്നും. എങ്ങനെയാ ക്രിസ്ത്യാനികൾക്ക് ഈ വിശുദ്ധന്മാരുണ്ടായി? അവരാണ് ദൈവത്തിനും മനുഷ്യനും ഇടയ്ക്കുള്ള ബ്രോക്കേഴ്സായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോ പണ്ട് അവരുടെ ബ്രോക്കർമാരായിരുന്നു വേറെ വിശുദ്ധന്മാർ. പിന്നീട് ഇവരായി പുണ്യവാളന്മാരും വിശുദ്ധന്മാരും. ജനങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, ക്രിസ്ത്യാനികൾക്ക് നേരിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വിഷമമായതുകൊണ്ട് മധ്യസ്ഥ തിരുനാളൊക്കെ ആയിട്ട് കുറെ പേരെ സൃഷ്ടിച്ചു. ഇത് നിങ്ങൾ അറിയണം. ഈ അബദ്ധങ്ങൾ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് യുവാക്കളായ ക്രിസ്ത്യാനികൾ, അവരുടെ മതത്തിന്റെ അടിത്തറ ആലോചിച്ച് ഒന്ന് ചിന്തിക്കണം. എങ്ങനെയാണ് ഭാരതീയ പൈതൃകത്തിനെതിരെ പ്രവർത്തിക്കുന്നത്? നിങ്ങൾ ആരെ വേണമെങ്കിലും പൂജിച്ചോളൂ, ആരാധിച്ചോളൂ, അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷേ എങ്ങനെയാണ് ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്ത വിധത്തില് ഈ വിശുദ്ധന്മാരെ ഉണ്ടാക്കിയത്, എന്തിനു വേണ്ടി ഉണ്ടാക്കി എന്നുള്ളതെല്ലാം നിങ്ങൾക്കറിയാൻ ജഗതീശ്വരൻ അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.